തിരുവോണത്തിന് ഇനി 10 നാൾ മാത്രം. സൗഹൃദത്തിന്റെയും കൂട്ടായ്മയുടെയും വേലിക്കെട്ടുകൾക്കപ്പുറത്തേക്ക് സ്നേഹം കൊണ്ടു തീർത്ത നാട്ടുനന്മയുടെ അമ്പെയ്യുകയാണ് പേരാമ്പ്ര അക്കൂപ്പറമ്പിലെ ഗ്രാമീണർ. കാണാം അത്തം നാളിൽ കോഴിക്കോട് നിന്നുള്ള ഒരു റിപ്പോർട്ട്. ഇന്ന് ചിങ്ങമാസത്തിലെ അത്തം. ഓണത്തെ വരവേൽക്കാൻ മലയാളികൾ തുടങ്ങുന്നത് അത്തം മുതലാണ്. ഇന്നു മുതൽ മലയാളികൾ അത്തപ്പൂക്കളം ഒരുക്കി തുടങ്ങി. തൃക്കാക്കരയപ്പന് എഴുന്നള്ളിയിരിക്കാൻ വേണ്ടിയാണ് പൂക്കളം ഒരുക്കുന്നത്. തൃക്കാക്കര വരെ പോയി ദേവനെ പൂജിക്കാൻ എല്ലാ ജനങ്ങൾക്കും സാധിക്കാതെ വന്നപ്പോൾ അവരവരുടെ മുറ്റത്ത് പൂക്കളം ഉണ്ടാക്കി അതിൽ പ്രതിഷ്ഠിച്ച് തന്നെ ആരാധിച്ചു കൊള്ളുവാൻ തൃക്കാക്കരയപ്പൻ അനുവദിച്ചു എന്നാണ് ഐതിഹ്യം. അത്തദിനത്തിൽ ഓണത്തോടനുബന്ധിച്ച് നടത്തുന്ന അമ്പെയ്ത്ത് മത്സരത്തിന്റെ വിശേഷങ്ങൾ കാണാം. വർഷങ്ങൾക്ക് മുൻപ് ജാതി വർണ്ണ വർഗ വിവേചനവും ഐത്തവുമൊക്കെ നിലനിന്നിരുന്ന കാലത്ത് അതിനെയൊക്കെ മറികടന്ന് സമത്വത്തിന്റെ അടയാളമായി ഒരു നാടിന്റെ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിന്റെ ഉത്സവമായി കൊണ്ടാടിയിരുന്ന കായിക വിനോദമായിരുന്നു പേരാമ്പ്ര വാല്യക്കോട് ആക്കൂപ്പറമ്പ് നിവാസികൾക്ക് അമ്പെയ്ത്ത് മത്സരം എന്നത്. പണ്ട് കർഷക തൊഴിലാളികൾ നേരം പോക്കിനായി ചെയ്തു വന്നിരുന്ന വിനോദമാണ് അമ്പെയ്ത്ത്. പേരാമ്പ്ര വാല്യക്കോട് പ്രദേശത്തെ വിവിധയിടങ്ങളിൽ ഇപ്പോഴും അമ്പെയ്ത്ത് മത്സരം കാണാം. അത്യന്തം വാശിയേറിയതാണ് ഈ മത്സരം. 30 മീറ്റർ അകലത്തിൽ മൂട്ടുകളം എന്ന സ്ഥലത്ത് വെച്ച വാഴത്തട കൊണ്ട് നിർമ്മിച്ച ചെപ്പിലേക്ക് അമ്പുകൾ എയ്ത് കൊള്ളിക്കുകയാണ് മത്സരിക്കുന്ന ടീം അംഗങ്ങൾ ചെയ്യുക. തെങ്ങോലയുടെ ഈർക്കിൽ കൊണ്ട് തയ്യാറാക്കിയതാണ് അമ്പ്. പ്രായ ലിംഗ വ്യത്യാസമില്ലാതെ ആളുകൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. നിരന്നു നിന്നാണ് ചെപ്പിലേക്ക് അമ്പെയ്യുന്നത്. ഇരു ടീമുകളും ഇടകലർന്ന് നിൽക്കുന്നതിനാൽ തിരിച്ചറിയാൻ കയ്യിൽ വ്യത്യസ്ത നിറമുള്ള റിബണുകൾ കെട്ടാറുണ്ട്. ഒരു അമ്പ് ചെപ്പിൽ കൊള്ളിച്ച് അത് ഓടിച്ചെന്ന് എടുത്താലാണ് പോയിന്റ് ലഭിക്കുക. ഓടിയെടുക്കുന്നതിന് മുൻപ് എതിർ ടീം അംഗങ്ങൾ ചെപ്പിൽ അമ്പെയ്ത് കൊള്ളിച്ചാൽ ആദ്യത്തെ ടീം അംഗത്തിന് അവസരം നഷ്ടമാകും. അതിനാൽ എതിർ ടീമിലെ അംഗങ്ങൾക്ക് ഓടിച്ചെന്ന് ചെപ്പിൽ നിന്നും അമ്പ് കൈക്കലാക്കാം. അപ്പോൾ പോയിന്റ് അവർക്കാണ് ലഭിക്കുക. ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുന്നവരാണ് വിജയികളാവുക. വർഷങ്ങളായി തുടങ്ങിയ അമ്പെയ്ത്ത് മത്സരം നടത്തുന്നത് സ്വകാര്യ വ്യക്തികളോ സംഘടനയോ ക്ലബ്ബുകളോ ഒന്നും തന്നെയല്ല. ഒരു ഗ്രാമം മുഴുവൻ ഒറ്റക്കെട്ടായാണ് മത്സരത്തിന് ഒരുമിക്കുക എന്ന് സംഘാടകൻ ദാമോദരൻ പറഞ്ഞു. പണ്ടുകാലത്ത് ജാതിയുടെയും മതത്തിൻ്റെയും സാമ്പത്തിക മേധാവിത്വത്തിൻ്റെയും തീഷ്ണമായ കാലഘട്ടത്തിൽ അതിനെ മറികടന്നുകൊണ്ട് കർഷക തൊഴിലാളികളും അതുപോലെ തന്നെ കൃഷിക്കാരും ഒക്കെ അവരുടെ സായാഹ്നങ്ങൾ ധന്യമാക്കാൻ വേണ്ടി ഒത്തുകൂടിയും ഈ കളി നടത്തുകയായിരുന്നു. പഴയ കുറുമ്പനാട് താലൂക്കിലാണ് ഇത് ആരംഭിച്ചത്. ഈ കാലഘട്ടത്തിൽ എല്ലാ വൈരുദ്ധ്യങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പോഴും ഈ അമ്പെയ്ത്ത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും രാഷ്ട്രീയമായോ ജാതീയമായോ ഒരു വ്യത്യാസവുമില്ലാതെ മുഴുവൻ ജനങ്ങളുടെയും ഒത്തൊരുമയോടുകൂടിയിട്ടാണ് ഞങ്ങൾ നടത്തുന്നത്. ജാതിയോ മതമോ രാഷ്ട്രീയമോ സാമ്പത്തിക മേൽക്കോയ്മയോ ഒന്നും ഇവിടെ പ്രശ്നമല്ലെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. അമ്പെയ്ത്ത് മത്സരത്തിലെ വർഷങ്ങളായുള്ള ഇടപെടലിലൂടെ ഈ വർഷം തിരുവനന്തപുരം കനകക്കുന്നിൽ നടക്കുന്ന ഓണം വാരാഘോഷ പരിപാടിയിൽ ടൂറിസം വകുപ്പിന്റെ ക്ഷണം പേരാമ്പ്ര ആക്കൂപ്പറമ്പിലെ അമ്പെയ്ത്തുകളത്തിന് ലഭിച്ചിട്ടുണ്ട്. വരും നാളുകളിലും കൂട്ടായ്മ തുടരുമെന്നും സംഘാടകർ അറിയിച്ചു. യുവതലമുറയെ നാടിനോടും കുടുംബത്തോടും പ്രതിബദ്ധതയുള്ളവരാക്കാൻ അന്യം നിന്നുപോകുന്ന ഇത്തരം നാട്ടിൻപുറങ്ങളിലെ കായിക വിനോദങ്ങൾക്ക് കഴിയട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം. ദൂരദർശന് വേണ്ടി കോഴിക്കോട് നിന്നും അനൂപ് കുമാറിനൊപ്പം ശരണ്യ അനൂപ്.